എറണാകുളത്തിൻ്റെ പ്രാന്തപ്രദേശത്തുള്ള പള്ളികളിൽ രാവിലെ കുർബാനയില്ല, ഇന്നത്തെ കുർബാന ബസിലിക്കയിലാണെന്നും പറഞ്ഞുകൊണ്ട് വണ്ടിയിൽ ആളുകളെ ബസിലിക്കയിലേക്ക് എത്തിച്ചതാണ് എന്നുവരെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അവിടെ ചെടിയുടെ സൈഡിലൊക്കെ ചീഞ്ഞ മുട്ടയുടെ കേസ് കണക്കിനുണ്ടായിരുന്നു. പിതാവ് വരുമ്പോഴത്തേക്കും ഉപയോഗിക്കാൻ വേണ്ടി കരുതി കൂട്ടി കൊണ്ടുവന്ന് വെച്ചിരുന്നതാണെന്നാണ് തോന്നുന്നു. ഒരു മിനിറ്റ് കഴിഞ്ഞാൽ ഓടി അങ്ങോട്ട് ഒരു താറാണ് ലൈറ്റ് ഇട്ട്. അപ്പം ഞാൻ മാറി നിൽക്കും, ലൈറ്റ് ഇട്ട് താരാണ് ഇതെന്താണെന്നും പറഞ്ഞ് ഒരു ബഹളം. നമുക്ക് ആ ബസിലിക്ക ഇടവക്കാരുടെ ചില പ്രതികരണങ്ങളിലേക്ക് പോകാം. അന്ന് രാവിലെ അവിടെ ഉണ്ടായിരുന്നവരുടെ ചില പ്രതികരണങ്ങൾ, അവരെന്താണ് അവിടെ കണ്ടത്, പിതാവ് അവിടെ കുർബാന അർപ്പണത്തിനായിട്ട് കടന്നു വന്നപ്പോൾ എന്താണ് അവിടെ കണ്ടത് എന്ന ചിലരുടെ ഒരു വളരെ പ്രധാനപ്പെട്ട ചില പ്രതികരണങ്ങളുണ്ട്. നമുക്ക് അതൊന്ന് ശ്രമിക്കാം. ബസിലിക്ക ഇടവക്കാരല്ലാത്ത മറ്റ് എറണാകുളം അങ്കമാലി രൂപതക്കാരെ, അതോടൊപ്പം തന്നെ അവർ വിളിച്ചുകൊണ്ടുവന്ന അക്രൈസ്തവരും ഈ രൂപതയിലെ മെമ്പേഴ്സ് അല്ലാത്തവരെ കൊണ്ട് ബസിലിക്ക അങ്കണം നിറച്ചിരിക്കുന്നതാണ് 5:30 മണി സമയത്ത് ഞാൻ അവിടെ കുർബാനയ്ക്ക് എത്തിയപ്പോൾ ഞാൻ കണ്ടത്. അവിടെ വെച്ചിട്ട് മത്തായി മുതിരന്തി സാറ് വന്ന് ഇറങ്ങിയ സമയത്ത് എൻ്റെ മുമ്പിൽ വെച്ചിട്ടാണ് അദ്ദേഹത്തിനെതിരെ 2 കുപ്പി വെള്ളം നിറച്ച കുപ്പി എറിഞ്ഞ് ആക്രമിക്കാൻ ശ്രമിച്ചതും, ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ കവണിയെടുത്ത് മാറ്റാൻ ശ്രമിച്ചപ്പോൾ അത് ഞാൻ തിരിച്ച് ഇട്ട് കൊടുക്കുന്നതും ഞങ്ങൾ ദൃക്സാക്ഷികളാണ് അവിടെ. പിന്നെ അവിടെ നടക്കുന്ന ഈ ഭരണിപ്പാട്ട് പോലെയുള്ള, ഇപ്പോൾ കൊടുങ്ങല്ലൂർ ഭരണി എന്ന് പറയുന്നത് ഒരു ആചാരത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുകയാണെങ്കിൽ ഇതൊരു അനാചാരത്തിൻ്റെ ഭാഗമായിട്ട് സഭാപിതാക്കന്മാരെ അവഹേളിക്കുന്ന രീതിയിൽ വൈദികരുടെ ഒത്താശയോടുകൂടെയാണ് ഈ പരിപാടി നടന്നിരുന്നത്. കാരണം ബെന്നി മാരാമ്പറമ്പിൽ എന്ന് പറയുന്ന അച്ഛൻ തലയിൽ മുണ്ട് കെട്ടി ഫെഡറൽ ബാങ്കിൻ്റെ ഭാഗത്ത് നിന്ന് ഒളിഞ്ഞു നോക്കുന്നത്, അതായത് ഈ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് പോകുന്നുണ്ടോ എന്ന് നോക്കുന്നത് വരെ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടതാണ്. കാരണം അവരൊക്കെ ചെയ്തിരുന്നത് എറണാകുളത്തിൻ്റെ പ്രാന്തപ്രദേശത്തുള്ള പള്ളികളിൽ രാവിലെ കുർബാനയില്ല, ഇന്നത്തെ കുർബാന ബസിലിക്കയിലാണെന്നും പറഞ്ഞുകൊണ്ട് വണ്ടിയിൽ ആളുകളെ ബസിലിക്കയിലേക്ക് എത്തിച്ചതാണ് എന്നുവരെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇതിൻ്റെ ദൃഷ്ടാന്തങ്ങളും ഞങ്ങളുടെ കയ്യിലിരിപ്പുണ്ട്. അതാണ് അത്രയും വണ്ടികൾ ബസിലിക്ക അങ്കണത്തിൽ കയറുവാനായിട്ട് സാധ്യത ഉണ്ടായത്. ഇതിനെല്ലാം ഒത്താശ ചെയ്തു കൊടുക്കുന്നത് ഞങ്ങളുടെ വികാരിയച്ഛനും കൊച്ചച്ഛന്മാരും പിന്നെ ഞങ്ങളുടെ കേന്ദ്ര ഭാരവാഹികളുമാണ്. പിതാവ് 5:50 വന്നു. ആ സമയം മുതലുള്ള ആക്രോശങ്ങളുണ്ട്, ആക്രോശിച്ച് തെറിവിളികൾ മുഴക്കുന്നുണ്ട്, മുദ്രാവാക്യങ്ങൾ മുഴക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ രസകരമായ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തെറിവിളികളുടെ ഇടയ്ക്ക് ഇവർ പരിശുദ്ധാത്മാവിൻ്റെ പാട്ടും കൂടി പാടുന്നുണ്ട്. എന്തൊരു വിരോധാഭാസമാണെന്നാണ് ഞങ്ങൾ ഇതിനകത്തുനിന്ന് മനസ്സിലാക്കുന്നത്. അതിൻ്റെ വീഡിയോസ് എല്ലാം ഇവർ തന്നെ പുറത്തു വിട്ടിട്ടുള്ളതാണ്, ഞങ്ങളല്ല. നമ്മൾക്ക് വീഡിയോ എടുത്ത് നാട്ടുകാരെ കാണിക്കേണ്ട കാര്യമില്ല, കാരണം ഞങ്ങൾ വന്നത് അവിടെ കുർബാന കാണാൻ വേണ്ടി മാത്രമാണ്. ഇവരുടെ ഉദ്ദേശം 27-ാം തീയതി ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സംഘർഷം ഉണ്ടാക്കുക, 2 കൂട്ടർ തമ്മിൽ സംഘർഷമാണെന്ന് കാണിക്കുക, അങ്ങനെ പള്ളി പൂട്ടിയിടുക, അതിൻ്റെ കുറ്റം മുഴുവൻ പിതാക്കന്മാരുടെ തലയിലാക്കുക, കൂടെ നിൽക്കുന്ന സഭയുടെ ഒപ്പം നിൽക്കുന്ന വിശ്വാസികളുടെ കൂടെ ആക്കുക എന്നുള്ളൊരൊറ്റ അജണ്ട മാത്രമേ ഈ വിമത വൈദികർക്കും വിമത വൈദികരെ ഒത്താശ ചെയ്യുന്നവർക്കും ഉള്ളൂ എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. തലേദിവസം രാത്രിയിൽ ഒരു 11-11:45 ഏകദേശം ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനും എൻ്റെ സുഹൃത്തുക്കളായ ജിമ്മിയും ബിനുവിനും പള്ളി ഗേറ്റ് ചങ്ങലയിട്ട് പൂട്ടിയതായിട്ടൊരു വിവരം കിട്ടി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജിമ്മി കൈക്കാരൻ മണവാളം ബെന്നിച്ചേട്ടനെ വിളിച്ചറിയിക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും പൂട്ടിയിട്ടുണ്ടായിരുന്നു, അത് തുറപ്പിച്ചിട്ടുണ്ടെന്നുള്ള രീതിയിൽ ഇത് കിട്ടി. പക്ഷെ ഞങ്ങൾ രാവിലെ അവിടെ എത്തുമ്പോൾ കാണുന്നത് വെളുപ്പിനെ 4 മണി മുതൽ ഇടവകക്കാരല്ലാത്ത, എന്തിന് രൂപതയിൽ പോലും അല്ലാത്ത ജനങ്ങൾ കൊണ്ട് പള്ളി നിറഞ്ഞിരിക്കുക. ഇവർക്ക് വാഹനങ്ങളൊക്കെ ഉള്ളിലേക്ക് കയറിയായിരുന്നു, അവരുടെ വാഹനങ്ങളെല്ലാം ഉള്ളിൽ കയറിയിട്ടുണ്ട്. ഇവർക്ക് ഇടവകാടിസ്ഥാനത്തിൽ ഈ വിമത പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന വൈദികർ ബാഡ്ജ് അടക്കം കൊടുത്തിരുന്നു. ആ ബാഡ്ജ് ഇല്ലാത്തവരെ മുഖപരിചയം ഇല്ലാത്തത് കൊണ്ട് കയറ്റി വിട്ടതല്ലാണ്ട്, ഇപ്പം ഞങ്ങളുടെ ഇടവകയിൽ തന്നെ ഒരു ജോയൽ ചേട്ടനുണ്ട്, ചേട്ടനും ഫാമിലിയും ചേട്ടനെ തിരിച്ചറിയാത്തത് കൊണ്ട് കയറി അകത്തായിപ്പോയി. അങ്ങനെ ആയിരുന്നു അവിടെ ഗേറ്റിൽ കയറ്റി വിടുന്നത്.
ഞാൻ ആദ്യം എത്തിയത് മത്തായി മുതിരേന്തിയും ജിമ്മിയാണ്. അത് കഴിഞ്ഞിട്ടൊക്കെയാണ് ഞാൻ ചെല്ലുന്നത്. ഞങ്ങളെ അങ്ങോട്ടേക്ക് ആ ഗേറ്റിന് അടുത്തേക്ക് വരാൻ പോലും അനുവദിക്കാതെ. സക്കറിയ ചേട്ടന് ഏകദേശം ഏത് സമയം എപ്പോഴാണ് അവിടെ പിറ്റേ ദിവസം, അതായത് 27-ാം തീയതി പുലർച്ചെ ഏകദേശം ഏത് സമയത്ത്? 5:40 ആയപ്പോഴാണ് ഞാൻ ചെല്ലുന്നതിന് മുമ്പ് ജിമ്മിയുണ്ട്, മത്തായി മുതിരേന്തി വക്കീലും ഉണ്ട്. അപ്പോഴേക്കും ആ ജനങ്ങളെല്ലാം അവിടെ നിറഞ്ഞിരുന്നു ബസിലിക്കയുടെ ഉള്ളിൽ. വിമത പ്രവർത്തനത്തിന് വന്ന, എനിക്ക് തോന്നുന്നു ക്രൈസ്തവർ തന്നെ ആയിരുന്നോ എന്ന് പോലും സംശയിക്കപ്പെടേണ്ടതുണ്ട്. ഇടവക്കാരെന്ന് മാത്രമല്ല, ഈ ഏകീകൃത കുർബാന നടക്കുന്നു എന്നുള്ള സന്തോഷത്താൽ ഇടവകയെന്നുള്ളവർ മാത്രമല്ലായിരുന്നു സഭയോട് ചേർന്ന് നയിക്കുന്ന യഥാർത്ഥ വിശ്വാസികൾ. മറ്റിടവകളിൽ നിന്നും വന്നവരുണ്ടായിരുന്നു. അവർക്ക് പോലും ഇതിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റാത്ത വിധം അവർ ബസിലിക്ക പള്ളി അവരുടെ കയ്യിലേക്ക് കൈയടക്കി വെച്ചേക്കുന്നൊരു ചങ്ങല കൊണ്ട് പോലും പൂട്ടിയിട്ടിട്ട് ആ ചങ്ങല ഒരാൾ കയറത്തക്ക രീതിയിൽ ആ ചങ്ങലയുടെ അടിയിൽ കൂടെ കുനിഞ്ഞാണ് പാസ്സുള്ളവരെ പോലും കയറ്റിയിരുന്നത്. ആ ഒരു അന്തരീക്ഷം വരുന്നു അവിടെ. ഉള്ളിലുള്ളവരുടെ അവസ്ഥയെന്ന് പറഞ്ഞാൽ ഉള്ളിലുണ്ടായിരുന്നവർ തീവ്രവാദ സ്വഭാവമുള്ളവരായിരുന്നു. അവരുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ വെള്ളം നിറച്ച കുപ്പികൾ, ചീഞ്ഞ മുട്ട, അവിടെ ചെടിയുടെ സൈഡിലൊക്കെ ചീഞ്ഞ മുട്ടയുടെ കേസ് കണക്കിനുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു പിതാവ് വരുമ്പോഴത്തേക്കും ഉപയോഗിക്കാൻ വേണ്ടി കരുതി കൂട്ടി കൊണ്ടുവന്ന് വെച്ചിരുന്നതാണെന്നാണ് തോന്നുന്നു. പിന്നെ ഈ ഒരു 2 അടി 3 അടി നീളമുള്ള വടികൾ, ഇതൊക്കെ ഈ കുർബാന നടക്കാതെ ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ സാധനങ്ങളൊക്കെ അവരവിടെ നിന്ന് പയ്യനെ മാറ്റാൻ തുടങ്ങി. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് ഒരു 9:30 മണിയോടുകൂടിയാണെന്ന് ഇവർ പിരിഞ്ഞു പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും മത്തായി മുതിരേന്തി വക്കീലിൻ്റെയും ജിമ്മിയുടെയും നേതൃത്വത്തിലാണ് ഈ ഉള്ളിൽ കിടക്കുന്ന വണ്ടികൾ നമ്മുടെ രൂപത അതിർത്തിയിൽപ്പെട്ടതുപോലും അല്ലാത്തതാണ് എന്നുള്ളൊരു അറിവ് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ. രൂപത അതിർത്തി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ എറണാകുളം രജിസ്ട്രേഷൻ അല്ലാത്ത വണ്ടികൾ ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പള്ളി അങ്കണത്തിലുണ്ടായിരുന്ന വണ്ടികളെല്ലാം കസ്റ്റഡിയിൽ എടുക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് പള്ളി ഗേറ്റ് ഞങ്ങൾ ചങ്ങലയിട്ട് പൂട്ടി. അതിന് ശേഷം ശ്രീ ജോർജ്, അപ്പോൾ നമ്മളിവിടെ കണ്ടതുപോലെ തന്നെ അതുപോലെ നമ്മൾ പറഞ്ഞു കേട്ടതുപോലെ പിതാവ് ശരിക്കും പള്ളിമുറ്റത്തെത്തുമ്പോൾ അവിടെ കാണുന്ന കാഴ്ച എന്താ പറയുക, തികച്ചും ഒരു ഭയാനകമായ കാഴ്ചയാണ് കാണുന്നത്. കാരണം സെൻറ്റ് മേരീസ് ബസിലിക്കയുടെ ഗേറ്റ് അടച്ചിരിക്കുന്നു. പുറത്തും അകത്തും എല്ലാം ജനം തിങ്ങി നിറഞ്ഞിരിക്കുന്നു. അല്ലെങ്കിൽ പിന്നെ അവിടുത്തെ ആ ഒരു നിയമപ്രകാരം കത്തീഡ്രൽ പള്ളിയുടെ കോമ്പൗണ്ടിനുള്ളിൽ മറ്റു അന്യവാഹനങ്ങൾക്ക് പ്രവേശനമില്ല. അങ്ങനെ വളരെ വ്യക്തമായിട്ടുള്ള ആ ഒരു നിർദ്ദേശം വീഡിയോ കൊണ്ട് നമുക്കൊന്ന് കാണാം. ആ ഗേറ്റിന്റെ ഫ്രണ്ടില് വികാരി എഴുതി വെച്ചിരിക്കുന്ന, അതായത് വികാരിയുടെ നിർദ്ദേശത്തോടു കൂടി എഴുതി വെച്ചിരിക്കുന്ന ഒരു നിർദ്ദേശമുണ്ട്. ഇതിനുള്ളിൽ ട്രാവലറുകൾ കയറ്റാൻ പാടില്ല എന്നൊരു ഒരു കാര്യമുണ്ട്. ആ ഒരു ദൃശ്യം കൂടി നമുക്കൊന്ന് കാണാം, ബസിലിക്കയുടെ ദൃശ്യങ്ങൾ. അപ്പോൾ ആ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്, നമ്മൾ നേരത്തെ തുടക്കത്തിൽ കണ്ട ദൃശ്യവും ഒപ്പം തന്നെ ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്, ആ ബസിലിക്കയുടെ ഉള്ളിലേക്ക് അനധികൃതമായി വാഹനങ്ങൾ കയറ്റിയിരിക്കുന്നു, ട്രാവലറുകൾ കയറ്റിയിരിക്കുന്നു. നമുക്ക് ഏകദേശം 3ഓളം ട്രാവലറുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ രജിസ്ട്രേഷൻ ചാലക്കുടി, ചേർത്തല ഭാഗങ്ങളിലെ രജിസ്ട്രേഷനാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒപ്പം തന്നെ നിരവധി വാഹനങ്ങൾ കൂടിയുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ഈ വാഹനങ്ങളൊന്നും പിന്നെ ഓൾ ഓഫ് സഡൻ പെട്ടെന്ന് രാവിലെ വന്ന് ചേർന്നതല്ല. മറിച്ച് രാത്രിയിൽ വളരെ നേരത്തെ തന്നെ വളരെ പ്ലാൻഡായിട്ട് ആരൊക്കെയോ ആസൂത്രണം ചെയ്തതിൻ്റെ ഫലമായിട്ട് ഈ വാഹനങ്ങൾക്കെല്ലാം അതിൻ്റെ ഉള്ളിൽ കോമ്പൗണ്ടിനുള്ളിൽ എൻട്രി കൊടുക്കുകയായിരുന്നു അല്ലേ. അപ്പോൾ അതുപോലെ അവിടെ കടന്നു വന്ന ജനങ്ങൾ മുഴുവൻ ആ ഒരു ഇടവക്കാരായിരുന്നില്ല. അവരെല്ലാം പല പ്രദേശങ്ങളിൽ വന്നവരായിരുന്നു, ദൂരപ്രദേശങ്ങളിൽ. അപ്പോൾ നമ്മൾ എന്താണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? അല്ല, അവിടെ വന്ന ജനത്തെക്കുറിച്ച് എറണാകുളം അതിരൂപതയിലെ വൈദികർ വിശദീകരണം നൽകുന്നുണ്ട്. കാരണം എറണാകുളം ബസിലിക്ക എന്ന് പറയുന്നത് ഒരു ഇടവക്കാരുടെ മാത്രമല്ല, അത് എറണാകുളം അതിരൂപതയുടെ മൊത്തമായിട്ടുള്ളൊരു ബസിലിക്കയാണ്. അപ്പോൾ അവിടേക്ക് എറണാകുളം അതിരൂപതയിൽപ്പെട്ട ആർക്ക് വേണമെങ്കിലും വരാമെന്ന് അവർ പറയുന്നുണ്ട്. പക്ഷേ അതിനകത്ത് മറ്റൊരു കാര്യമുണ്ട്. ഈ കുർബാന അർപ്പണത്തിന് വേണ്ടിയിട്ടാണ് ഇവർ ശബ്ദമുയർത്തുന്നു എന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് ഇവർ ബസിലിക്ക അങ്കണത്തിൽ നിൽക്കുന്നത്. പക്ഷേ ആൻഡ്രൂസ് പിതാവ് അർപ്പിക്കേണ്ട കുർബാന രാവിലെ 6 മണിക്ക്. പിതാവിന് അത് അർപ്പിക്കാൻ സാധിക്കാതെ പിതാവ് തിരിച്ചു പോകുന്നു. പക്ഷേ അന്ന് 6 മണിക്ക് ആ ബസിലിക്കയെ പള്ളിയുടെ ഉള്ളിൽ അർപ്പിച്ച കുർബാനയുടെ ഒരു ദൃശ്യങ്ങൾ കൂടി നമുക്കൊന്ന് പരിശോധിക്കാം. എത്രമാത്രം ജനപങ്കാളിത്തം അതിൽ ഉണ്ടായിരുന്നു എന്ന് കൂടി നമുക്കൊന്ന് നോക്കാം.
എന്നുവെച്ചാൽ നമ്മൾക്ക് കിട്ടിയ ഒരു വിവരം അനുസരിച്ച് ഇവരുടെ വാഹനത്തിനുള്ളിൽ ചെറിയ കുറുവടികൾ, അതുപോലെ ചീമട്ട, പിതാവ് ഇനിയിപ്പോൾ അഥവാ പിതാവ് ബലം പ്രയോഗിച്ച് പോലീസ് സഹായത്തോടു കൂടി ആ ബസ്സിലേക്ക് ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ പിതാവിനെ എറിയാൻ ചീമട്ട, അങ്ങനെ ഈ രീതിയിലുള്ള സജ്ജീകരണങ്ങളായിട്ട് എല്ലാവരുമായിട്ട് വന്നു. ആണെങ്കിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരുടെ വിശദീകരണം അനുസരിച്ച് അവർ പറയുന്നു, ഇവർ ജനാഭിമുഖ കുർബാനയെ അനുകൂലിക്കുന്നവരാണ്. ജനാഭിമുഖ കുർബാനയെ അനുകൂലിക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ജനങ്ങളാണ് അവിടെ വന്നത്. അതിനപ്പുറത്തേക്ക് വേറെ ആരും വന്നിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത്. ഓക്കെ, അത് വേറെ ആരും വന്നിട്ടില്ലെങ്കിൽ പോലും ഇവരുടെ ഒരു പ്രതികരണവും ഇവരുടെ ഒരു റിയാക്ഷനും ഇവരുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകളും ഒക്കെ കാണുമ്പോൾ ഒരു സഭാത്മകമായിട്ടുള്ള ക്രിസ്തീയമായിട്ടുള്ള ശൈലിയിലല്ല ഇവർ പെരുമാറുന്നത്. നമ്മുടെ പ്രതികരണങ്ങളിൽ നിന്നൊക്കെ ശ്രീ സക്രിയയും ജിമ്മിയും ഒക്കെ പറഞ്ഞതിൽ നിന്നും വ്യക്തമാണ്. ഒരു ജിമ്മി പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഈ ഭരണിപ്പാട്ട് അതിനെ പോലും വെല്ലുന്ന രീതിയിലുള്ള തെറികളാണ്. അതിനിടയിൽ പരിശുദ്ധാത്മാവിന്റെ പാട്ടും ഇവർ പാടുന്നുണ്ട്. പിതാവിനെതിരെ മുദ്രാവാക്യം, ആർച്ച് ബിഷപ്പ് ആലഞ്ചേരി പിതാവിനെതിരെ മുദ്രാവാക്യം. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്, ഈ ബസിലിക്കയുടെ ഈ ഗേറ്റുകളുടെയൊക്കെ ഒരു നിയന്ത്രണം ഇവരുടെ കയ്യിലായിരുന്നു. അതായത് ബസിലിക്ക ഇടവക വിശ്വാസികൾക്ക് സ്വന്തം ബസിലിക്കയിലേക്ക് കയറാൻ പോലും സാധിക്കാത്ത രീതിയിൽ, ഞാൻ ബസിലിക്ക ഇടവക വിശ്വാസികൾ എന്ന് പറയുമ്പോൾ ബസിലിക്ക ഇടവകയിലെ ഏകീകൃത കുർബാനയ്ക്കായി നിലകൊള്ളുന്നവരെ തടയുന്ന രീതിയിലുള്ള ചില സമീപനങ്ങൾ, അതായത് ഗേറ്റ് ലോക്ക് ചെയ്തിരിക്കുന്ന ഒരു പ്രത്യേക ഒരു അവസ്ഥ, അതായത് തലകുനിഞ്ഞ് ഒരാൾക്ക് മാത്രം കടന്നു പോകാൻ കഴിയുന്ന രീതിയിലുള്ള പ്രവേശനം കൊടുത്തത് തന്നെ ഈ ബാഡ്ജ് ഉള്ളവർക്ക് മാത്രമായിരുന്നു. അവർ തലേദിവസം തന്നെ ഇതിനുള്ളിൽ പ്രവേശനം വേണമെങ്കിൽ ബാഡ്ജ് ധരിച്ച് വരണം, അങ്ങനെ എന്തോ ഒരു നിഷ്കർഷ കൊടുത്തിരുന്നു. അതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തത വരാൻ വേണ്ടി ഈ ബസിലിക്ക ഇടവകാംഗമായ ഒരു വ്യക്തി, അദ്ദേഹം സിനഡ് കുർബാന, ഏകീകൃത കുർബാനയെ അംഗീകരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഇവരറിയാതെ മീൻസ് ഇവരുടെ ശ്രദ്ധയിൽപ്പെടാതെ ബാഡ്ജൊന്നും ഇല്ലാതെ അന്നേ ദിവസം രാവിലെ ഈ ബസിലിക്ക അങ്കണത്തിലേക്ക് പ്രവേശിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. വളരെ നിർണായകമായിട്ടുള്ള ചില കാര്യങ്ങൾ അദ്ദേഹം അത് വെളിപ്പെടുത്തുന്നുണ്ട്. ആ ബസിലിക്ക അങ്കണത്തിന്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ കാണാൻ സാധിച്ച ഭയാനകമായ ആശങ്ക ജനിപ്പിക്കുന്ന ചില കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടി നമുക്കൊന്ന് നോക്കാം. കുർബാന കാണാനുള്ള ഇതിൽ ഞാനും എൻ്റെ ഫാമിലിയും കൂടി ചെന്നു. 5:30 മണിയായപ്പോൾ ഞങ്ങൾ ചെന്നപ്പോൾ ഗേറ്റൊക്കെ പൂട്ടിയിട്ടേക്കുന്നു. അകത്ത് ഭയങ്കര ഒച്ചയും ബഹളവും ഇതും. അപ്പോൾ ഞാൻ മിസ്സിസിൻ്റെ അടുത്ത് വാ നമുക്ക് കയറാമെന്ന് പറഞ്ഞു. മിസ്സിസ് കയറി, ഞാനും കയറി കഴിഞ്ഞപ്പോഴാണ് ആരും എൻ്റെ ഷർട്ടെ പിടിച്ചിങ്ങനെ വലിച്ച്, എന്ന് വെച്ചാൽ അവിടെ ഗേറ്റ് ടോട്ടലി ബ്ലോക്ക് ചെയ്തിട്ടേക്കുവാണ്. എന്നിട്ട് ഒരാൾക്ക് കിടക്കാവുന്ന രീതിയിൽ, ഇടവകാംഗം അല്ല അദ്ദേഹം, എനിക്ക് അദ്ദേഹത്തെ അറിയാം, ഇടവകാംഗം അല്ല, ഇടവകാംഗം ആണെങ്കിൽ എന്നെ കയറ്റൂല, എന്ന് വെച്ചാൽ ഞാൻ സഭാവിശ്വാസിയാണെന്ന് അവർക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇടവകാംഗങ്ങളെല്ലാം അവിടെ നിന്നിരുന്നത് ഈ വിമത ഗുണ്ടകളെ നിർത്തിയ ഇവരായിരുന്നു. ഞാൻ കയറിപ്പോയി. ഞാൻ കയറിയപ്പോൾ എന്നെ ചിന്തിച്ച കൂരി ഇരുട്ടായിരുന്നു അവിടെ. ഒറ്റ ലൈറ്റ് പോലും ഇല്ല പള്ളി കോമ്പൗണ്ടിൽ. എന്നുവെച്ചാൽ പള്ളി കോമ്പൗണ്ടിൽ ലൈറ്റ് ഉള്ളതാണ്. പാർക്കിംഗ് ഏരിയയിൽ പള്ളിയുടെ മുകളിൽ ലൈറ്റ് പിടിപ്പിച്ചാൽ ഇട്ട് കഴിഞ്ഞാൽ ഗ്രൗണ്ട് മൊത്തം ലൈറ്റ്. ഞാൻ ഇതെന്താ ലൈറ്റ് ഇല്ലാത്ത, ഇനി എന്തെങ്കിലും ഇതാണെന്ന് ചോദിച്ചു. ഞാൻ നേരെ ഞാൻ നടക്കുമ്പോൾ പരിചയമുള്ളൊരു മുഖവുമില്ല. അപ്പം ഞാൻ കൈക്കാരൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു. ഞാൻ കൈക്കാരൻ്റെ അടുത്ത് ചോദിച്ചു, എന്താ പള്ളിയിലോട്ട് കയറാനായിട്ട് ഇടവകാംഗങ്ങളെ തടഞ്ഞു നിർത്തണം എന്താ? ഞാൻ കയറിയപ്പോൾ ഒരാൾ എൻ്റെ ഷർട്ടിൽ വിളിച്ച് ഇതെന്താണെന്ന് ചോദിച്ചു. നമ്മുടെ ഇടവപ്പള്ളിക്കാരനെ നമ്മുടെ ആൾക്കാരല്ല അവിടെ നിൽക്കേണ്ടത്. അപ്പോൾ കൈക്കാരൻ ഒന്നും മിണ്ടിയില്ല. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ പള്ളിമുട്ടന്മാരെല്ലാം അവിടെയുള്ള ഓപ്പൺ എയർ സ്റ്റേജുണ്ട്, അതും ഇരിപ്പുണ്ട്. അവരെല്ലാ ഏരിയയിലും ഉണ്ട്. അവിടെ കുറേ അച്ഛന്മാരും ഉണ്ട്. അപ്പോൾ ഞാൻ ബഹളം മുകളിലോട്ട് നോക്കിയപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ നിറച്ച് അച്ഛന്മാരുണ്ട് പള്ളിമേടയുടെ. പിന്നെ ഈ ലൈറ്റ് മാത്രം. അച്ഛന്മാരെന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ ബസിലിക്കയിലെ അച്ഛന്മാരാണോ അതോ പുറത്തുള്ള അച്ഛന്മാർ? ബസിലിക്കയിലെ അച്ഛന്മാരെ കണ്ടാൽ എനിക്കറിയാം. അവരല്ല, പുറത്തുള്ള അച്ഛന്മാർ ഈ ഓപ്പൺ എയർ സ്റ്റേജിൻ്റെ അവിടെ ഉണ്ടായിരുന്നു, പള്ളിമേടയുടെ മുകളിലും ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ മൈൻഡ് ചെയ്യാണ്ട് ഞാൻ മണിമാളികയുടെ അടിയിലോട്ട്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ലൈറ്റില്ല. ഇനി ഇടാൻ മറന്നു പോയതാണെന്ന് വെച്ച് എനിക്കറിയാം ലൈറ്റ് എവിടെയായിരുന്നു. പള്ളിമണിയുടെ ഫസ്റ്റ് ഫ്ലോറിലാണ് അതിൻ്റെ സ്വിച്ച്. എൻ്റെ അറിവനുസരിച്ച് ഞാൻ പോയി ആ സ്വിച്ചൊക്കെ ഇട്ട് പെട്ടെന്ന് പ്രദേശം മൊത്തം ലൈറ്റായി. ഞാൻ കൂളായിട്ട് ഇറങ്ങിപ്പോന്നു. 1 മിനിറ്റ് കഴിഞ്ഞാൽ ഓടി അങ്ങോട്ട് ഒരു ധാരാളം ലൈറ്റ് ഇട്ട്. അപ്പം ഞാൻ മാറി നിൽക്കുകയാണ്.
ലൈറ്റ് ഇട്ടതാരാണ്, ഇതെന്താണെന്നും പറഞ്ഞ് ഒരു ബഹളം. അപ്പം ഞാൻ നോക്കുമ്പോൾ എനിക്ക് പരിചയമുള്ള ആരുമില്ല, ഞാൻ മിണ്ടാൻ പോയില്ല. പിന്നെ നോക്കുമ്പോൾ ഇവരൊക്കെ ബാഡ്ജ് കുത്തിയിട്ട് എനിക്ക് ബാഡ്ജില്ല. അപ്പം ഞാൻ ഏകനാണ് അവിടെ. അവർ ഒരു ഭയങ്കര അട്ടഹാസി, ലൈറ്റ് ഇട്ടാരാണെന്ന് പറഞ്ഞുകൊണ്ട് ഇതാരാണ്, കപ്പ്യാരുടെ അടുത്ത് ചെന്ന് ആരാണ് ഈ ലൈറ്റ് ഇട്ടത്, ആരും കണ്ടില്ല, ഞാൻ കയറി ഇട്ട് ഇറങ്ങി വന്നേ. വേറെ അവരാ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത്. അപ്പം എനിക്ക് മനസ്സിലായി ഇതെന്തോ സംതിങ് റോങ്, എന്തോ ഗൂഢലക്ഷ്യം ഇതിൻ്റെ അകത്ത് കയറി ഇരിക്കണവരുടെ അടുത്തുണ്ട്. എന്ന് വെച്ചാൽ അകത്ത് നിറച്ചും ആളായിരുന്നു. ഒരു ഒരു പള്ളിപ്പെരുന്നാൾ മാതിരി ഒരു ഓർഡറിലല്ല, ഒരുത്ത അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് പോകുന്നു. ആകെ ഇത് 3 ടെമ്പോ ട്രാവലർ അടക്കമുണ്ട്. എന്നുവെച്ചാൽ ടെമ്പോ ട്രാവലർ അകത്ത് കടത്താൻ പാടില്ലെന്ന് നിര്യാതനായ ബഹുമാനപ്പെട്ട ജോസ് ചെറുമേലച്ചൻ്റെ ഓർഡറുകളാണ് മെയിൻ. ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. നിലനിൽക്കുന്നുണ്ട്. ഗേറ്റിൻ്റെ മുമ്പിൽ ഇപ്പോഴും ഉണ്ട്, വലിയ അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട്, ടെമ്പോ ട്രാവലർ കോമ്പൗണ്ടിൽ കയറ്റാൻ പാടില്ലെന്ന്. അദ്ദേഹം തന്നെ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അതായത് ഇദ്ദേഹത്തിന് ബസിലിക്കയുടെ ഉള്ളിൽ പെട്ടുപോയപ്പോൾ ഒരു ടെമ്പോ ട്രാവലറിന്റെ ഡ്രൈവറുമായിട്ട് സംസാരിക്കേണ്ടി വന്നു. ആ ഒരു പ്രതികരണം കൂടി കണ്ടിട്ട് നമുക്ക് മറ്റു ചർച്ച. അപ്പോൾ ഞാനവിടെ നിൽക്കണുണ്ട്, ഏത് ടെമ്പോ ട്രാവലറിൻ്റെ ആരോട് എന്താണെന്ന് അറിഞ്ഞൂടെ എൻ്റെ അടുത്ത് ചോദിച്ചു, ഇത് തുറക്കൂലെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചോദിച്ചു, അവിടെ ബോർഡ് കണ്ടില്ലേ ടെമ്പോ ട്രാവലറിനകത്ത് മലയാളത്തിൽ തന്നെ വലിയ അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് കണ്ടില്ല, ഞങ്ങളുടെ അടുത്തൊക്കെ വണ്ടി അകത്ത് ഇടാനാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞവരുടെ അടുത്ത് നിങ്ങൾ പറയും, എനിക്കറിഞ്ഞൂടാ. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളെന്തിനാ ഇങ്ങനെ ഇത് വന്ന്? അപ്പോൾ അവർക്കൊക്കെ അന്ന് ശബരിമല ഓട്ടം ഉണ്ട്, ഈ ടെമ്പോ ട്രാവലറുകാർക്കെല്ലാം. അപ്പോൾ ഒരാൾ പറഞ്ഞു, എനിക്ക് 1 മണിക്ക് ഓട്ടോ ഉള്ളതാണ്, എനിക്ക് എങ്ങനെയെങ്കിലും പുറത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്കറിഞ്ഞൂടാ, നിങ്ങൾ ശരിക്കും പെട്ടുപോയി. നിങ്ങൾ ഇവരുടെ ആരാ പുറത്തുനിന്ന് അകത്തുനിന്ന് പൂട്ടി, വേറെ ആരോ പുറത്തുനിന്ന് പൂട്ടി, അതാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്തെന്നും പറഞ്ഞാൽ വന്നു. അപ്പോൾ അവർ പറഞ്ഞ് 10:30 രാത്രി പ്രാർത്ഥനയുണ്ട്, അത് കഴിഞ്ഞ് 6 മണിയുടെ കുർബാനയും കഴിഞ്ഞ് ഭക്ഷണം കഴിച്ച് പോരാന്നും പറഞ്ഞാൽ വണ്ടി വിളിച്ചതെന്ന് പറഞ്ഞു. ഏകദേശം ഏത് സമയത്ത് അവരവിടെ എത്തി? ട്രാവലർകാരൊക്കെ ഏത് സമയത്ത് എത്തിയെന്ന് എന്തെങ്കിലും 10 തൊട്ട് തലേദിവസം രാത്രി, അതായത് 26-ാം തീയതി രാത്രി തൊട്ട് അവിടെ ആൾക്കാരും കാറുകളെല്ലാം വന്നു. പിന്നെ അരമനയിലാണ് കഞ്ഞിവെപ്പും നടന്നത്. പിന്നെ പുറമേ നിന്ന് തൊട്ടടുത്തുള്ള വീടുകളിലുള്ളവർ കറി ഉണ്ടാക്കി കൊണ്ടുവന്നു, ചെറുപയർ വൻപയർ ഉണ്ടാക്കി, പിന്നെ ചുക്ക് കാപ്പി. അത് രാത്രി തൊട്ട് 10 തൊട്ട് തുടങ്ങിയതാണ് എനിക്കറിയാം. ഞാൻ പോയില്ല ആ സമയത്ത്. അപ്പോൾ എല്ലാവരും പറഞ്ഞു അവിടെ 10 തൊട്ട് തന്നെ. അപ്പോൾ ഞാൻ ചോദിച്ചു ഇവരുടെ അടുത്ത്, നിങ്ങൾ ഇങ്ങനെ വന്നപ്പോൾ അവർ പറഞ്ഞു കഞ്ഞി രാത്രി കഴിച്ചു. പിന്നെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചാൽ, എന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് ബാഡ്ജില്ല ഒന്നുമില്ല, ഇനി ഇയാളെന്തിനാണ് ഇത് അപ്പോൾ അവർ പറഞ്ഞു കഴിച്ചു, ചുക്ക് കാപ്പി ഉണ്ടായിരുന്നു. ഞങ്ങളെല്ലാം കുടിച്ചിട്ട് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞ് 6 മണിയാകുമ്പോൾ കുർബാനയും കഴിഞ്ഞ് പോകാമെന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. ഈ തലേദിവസം അവർ വന്നിരുന്നോ എന്ന ഒരു കാര്യത്തെ സാധൂകരിക്കുന്ന ഒരു പ്രതികരണമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതായത് ഈ ടെമ്പോ ട്രാവലറുകാർ അവരോട് പറഞ്ഞിരുന്നത് രാത്രി 10:30 അവിടെ രാത്രി കുർബാനയുണ്ട്, പിറ്റേ ദിവസം ഒരു പകൽ സമയത്തോടു കൂടി തന്നെ തിരിച്ചു പോകാൻ സാധിക്കും, അവർക്ക് ഉച്ചയ്ക്ക് ശബരിമലയ്ക്ക് ഒരു ഓട്ടമുണ്ട്. അതിൻ്റെ ഒരു എഗ്രിമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ട്രാവലറുകാർ അവിടെ എത്തുന്നത്. അപ്പോൾ മറ്റൊരു രീതി പറഞ്ഞാൽ നമ്മൾ സാമാന്യ ബുദ്ധി കൊണ്ട് ചിന്തിക്കുകയാണെങ്കിൽ ആൻഡ്രൂസ് പിതാവിൻ്റെ കുർബാന ഏത് രീതിയിലും തടയുക എന്ന ഒരു ലക്ഷ്യത്തോടു കൂടി ഗൂഢാലോചന നടന്നിരുന്നു. അതുപോലെ ആസൂത്രിതമായ പ്ലാനിംഗ് ഉണ്ടായിരുന്നു. അതുപോലെ ജനങ്ങളെ പല സ്ഥലങ്ങളിൽ നിന്ന് വിളിച്ചു വരുത്തുകയും ചെയ്തിരുന്നു. ഇതെല്ലാം വ്യക്തമാകുന്നു. അത് മാത്രമല്ല വൈദികരുടെ ഒരു ഇൻവോൾവ്മെൻറ്റും ഇതിൻ്റെ അകത്ത് പലരും ആരോപിക്കുന്നുണ്ട്. ആ ഒരു പ്രതികരണം കൂടി നമുക്കൊന്ന് കേൾക്കാം. ഈ വൈദിക മേടയുടെ ഭാഗത്തു നിന്ന്, പള്ളി മേടയുടെ ഭാഗത്തു നിന്ന് ഈ ബസിലിക്ക ഇടവക അച്ഛന്മാരല്ലാത്ത കുറേ അച്ഛന്മാർ ഈ ഒരു സംഭവങ്ങളെ കൃത്യമായി തന്നെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. രാവിലത്തെ ആ സംഘർഷം നടക്കുമ്പോൾ അവരവിടെ ഈ കാര്യങ്ങൾ വീക്ഷിച്ചുകൊണ്ടിരുന്ന ഒരു മോണിറ്റർ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു എന്ന് പലരും പറയുന്നുണ്ട്. ചില ഇടവക വൈദികർക്ക് പോലും ഈ കാര്യത്തിൽ ഒരു ഇൻവോൾവ്മെൻ്റ് ഉണ്ടായിരുന്നു. അതായത് ഈ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ട സഹായങ്ങൾ പലരും ചെയ്തു കൊടുത്തു എന്ന കാര്യം പോലും ഈ ദൃക്സാക്ഷികൾ പലരും ആരോപിക്കുന്നുണ്ട്. ആ ഒരു കാര്യം കൂടി നമുക്കൊന്ന് ശ്രമിക്കാം. സംഭവങ്ങളെല്ലാം വികാരിച്ചൻ്റെ മുറിയിലിരുന്ന് കഴിഞ്ഞാൽ നേരെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഗേറ്റിലെല്ലാം ദൃശ്യമാണ്. അവിടെ ഇരുന്ന് കറക്റ്റായ ഉപദേശങ്ങൾ കൊടുത്തുകൊണ്ട് ഈ തീവ്രവാദം എല്ലാം ചെയ്യിപ്പിച്ചത് നരികുളച്ചൻ തന്നെയാണ്. അച്ഛൻ ശരിക്കും പറഞ്ഞാൽ ഇടവകയിൽ നിന്ന് മാറാണ്ട് ആ കത്തീഡ്രലിൽ ഒരു സമാധാനം ഉണ്ടാവില്ല, രൂപതയിലും ഒരു സമാധാനം, സഭയിലും ഒരു സമാധാനം ഉണ്ടാകാൻ സാധ്യത കുറവാണ്.
അച്ഛൻ അവിടെ നിന്ന് മാറ്റിയില്ലെങ്കിൽ. അതായത് പിതാവ് വരുന്നത് മറ്റേ നമ്മളുടെ ബ്രോഡ്വേ കൂടി എൻട്രി ചെയ്തിട്ട് പിതാവ് വന്ന സമയത്ത് ആദ്യം പിതാവിൻ്റെ വാഹനം നിർത്തുന്നത് സിറിയൻ ചർച്ച് റോഡിൻ്റെ അവിടെ വെച്ചിട്ടാണ്. അവിടെ വെച്ചിട്ട് അസിസ്റ്റന്റ് കമ്മീഷണർ പിതാവിനോട് സംസാരിക്കുന്നു, സംഘർഷ സാധ്യതയുണ്ട് പിതാവെ എങ്ങനെ. അപ്പോൾ അങ്ങനെ പിതാവ് വികാരിയച്ഛനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ വികാരിയച്ഛൻ പറയുന്നുണ്ട് എന്നെ പൂട്ടിയിട്ടേക്കുവാന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ ഇത്രയും 48 വർഷം വൈദിക വൃത്തി ചെയ്ത ഒരു സീനിയർ വൈദികൻ, അതുപോലെ തന്നെ എത്രയും ഈ ഏപ്രിൽ 17-ാം തീയതി പള്ളിയിൽ കയറി അക്രമം നടത്തിയെന്ന് ആരോപിക്കപ്പെടുന്ന ഞങ്ങളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരെ അദ്ദേഹം അന്ന് പോലീസിനെ വിളിച്ചതാണ്. അപ്പോൾ അത്രയും പേര് ഒരു രൂപത അധ്യക്ഷൻ അല്ലെങ്കിൽ രൂപത അഡ്മിനിസ്ട്രേറ്റർ കുർബാന ചെല്ലാൻ വരുമ്പോൾ അദ്ദേഹത്തെ തടയണം, അദ്ദേഹത്തെ ആക്രമിക്കണം എന്ന രീതിയിൽ പള്ളിയിൽ ആളുകൾ വന്നിരിക്കുമ്പോൾ മൊബൈൽ ഫോണുള്ള സമയത്ത്, ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ടൂറിസ്റ്റായിട്ട് ചന്ദ്രനിൽ വരെ പോകുന്നൊരു സമയമാണ്. അങ്ങനെയുള്ള സമയത്ത് അകത്തോട്ട് കയറി നിന്ന് പോലീസിനെ വിളിച്ചിട്ട് എനിക്കൊരു സഹായം വേണം, എന്നെ ബന്ദിയാക്കിയിരിക്കുന്നു എന്ന് പറയാനായിട്ടുള്ള ആർജവമില്ലാത്ത ഒരു വികാരിയാണോ അദ്ദേഹം? അന്ന് പിതാവ് വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടിയാണ്, പിതാവെ എന്നെ പുറത്തോട്ട് ഇവർ വിടുന്നില്ല എന്ന്. അദ്ദേഹത്തിന് പോലീസിൻ്റെ സഹായം ആവശ്യിക്കാമെന്ന്. അങ്ങനെയാണ് ആദ്യം പിതാവിനെ ഈ സിറിയൻ ചർച്ച് റോഡിൽ വെച്ച് പ്രതിരോധിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റെ മറുപടി കേട്ടതിന് ശേഷമാണ് പിതാവ് തീരുമാനമെടുക്കുന്നത് സംഘർഷ സാധ്യത ഉണ്ടെങ്കിൽ ഞാൻ പോകണ്ട എന്നുള്ളത്. ഫാദർ നരികുളം പറഞ്ഞ ഒരു വ്യൂ അനുസരിച്ചാണെങ്കിൽ അദ്ദേഹത്തെ റൂമിൽ ആരൊക്കെയോ കൂടി അല്ലെങ്കിൽ വിമതരായിട്ടുള്ള ആൾക്കാരെല്ലാം കൂടി പൂട്ടിയിട്ടിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. പിതാവുമായിട്ടുള്ള ആ സമയത്ത് നടന്ന ഒരു ഫോൺ കമ്മ്യൂണിക്കേഷനിൽ അദ്ദേഹം പറയുന്നുണ്ട്, എന്നെ വിമതര് അല്ലെങ്കിൽ വിമത വിഭാഗത്തിൽപ്പെട്ടവര് പൂട്ടിയിട്ടിരിക്കുകയാണ്, എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല, ബേമ എടുത്തു മാറ്റി എന്നൊക്കെ പറയുന്നുണ്ട്. ബേമയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, അതായത് ഈ ഏകീകൃത കുർബാന അർപ്പണം അവിടെ തടയാൻ വേണ്ടി കൃത്യമായി തന്നെ ആ ബേമ എടുത്ത് ഗായക സംഘത്തിനെ അങ്ങോട്ട് മാറ്റിയിട്ടിട്ടുണ്ട്. ആ ഒരു ദൃശ്യങ്ങൾ കൂടി നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വിഷ്വൽ ഒന്ന് കണ്ണോടിക്കാം. ആ ബേമയുടെ ഒരു പൊസിഷൻ എവിടെയായിരുന്നു, ആ ബേമ അത് എടുത്തു മാറ്റണമെങ്കിൽ കൃത്യമായി തന്നെ ഒരു പ്ലാൻഡ് ആയിരുന്നു. പെട്ടെന്നുണ്ടായ ഒരു വിക്ഷോഭത്തിന്റെ പുറത്ത് ചെയ്തതല്ല. ആ ബേമ എടുത്തു മാറ്റണമെങ്കിൽ അവിടെ ഏകീകൃത കുർബാന അർപ്പണം അന്ന് നടക്കരുത്. വിഷ്വലിൽ വളരെയധികം വ്യക്തമാണ്. ആ ഗായക സംഘത്തിനെ അങ്ങോട്ട് മാറ്റിയിടുന്നു. ഈ അൾത്താരയുടെ ആ ഒരു ദൃശ്യം കൂടി കാണാം. അതിന്റെ ഫ്രണ്ടിൽ ബേമയില്ലാത്ത ഒരു അവസ്ഥ വ്യക്തമാണ്. വളരെ പ്ലാൻഡ് ആയിട്ട് തന്നെ ആ കുർബാന അർപ്പണം തടയുക എന്നൊരു ലക്ഷ്യം അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നു എന്നത് വളരെയധികം വ്യക്തമാണ്. അല്ല, അവരുടെ ഇന്റൻഷനെ നമുക്ക് അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ ജനാഭിമുഖ കുർബാന മാത്രമേ നടക്കാവൂ. അവരെല്ലാവരും ജനാഭിമുഖ കുർബാനയ്ക്ക് വേണ്ടി നിൽക്കുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് അത് സാധ്യമാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റൊരു കുർബാന അവിടെ അർപ്പിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ അതിൻ്റെതായ മുൻകരുതലുകൾ സ്വീകരിച്ചു. ലക്ഷ്യം സാധിച്ചെടുക്കാൻ വേണ്ടി ഏത് ഹീനമായ ഒരു മാർഗം ഉപയോഗിക്കുക എന്നൊരു കാര്യമായിരുന്നു അവിടെ നടന്നതെന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. വളരെ ഒരു കുർബാന അർപ്പണം നടക്കുമ്പോൾ തന്നെ പുറത്ത് വളരെയധികം ബഹളങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കും. ഈ കുർബാനയെ ആക്ച്വലി സ്നേഹിക്കുന്ന ഒരു വ്യക്തികളായിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യുമായിരുന്നു. ഇനി ഇവരുടെ ഒരു ലക്ഷ്യം ആൻഡ്രൂസ് പിതാവിൻ്റെ ഏകീകൃത കുർബാന അർപ്പണം തടയുക എന്നതായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഇവർക്ക് ഈ വന്നിരുന്ന എല്ലാവരും കുർബാനയോടുള്ള ഭക്തി കൊണ്ടുള്ള തീക്ഷ്ണതയാൽ ജ്വലിച്ച് എന്തുകൊണ്ട് 6 മണിയിലെ ആ ഒരു കുർബാനയിൽ പങ്കെടുത്തു? അത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതിനുശേഷം സംഭവിച്ച കാര്യം ഇതാണ്. ഒരു 6:10 അവിടുത്തെ അസിസ്റ്റന്റ് വികാരി വളരെ പെട്ടെന്ന് തന്നെ കടന്നു വരികയും വിശുദ്ധ കുർബാന അർപ്പിക്കുകയുമായിരുന്നു. അപ്പോൾ ചില ദൃക്സാക്ഷികൾ പറഞ്ഞ പ്രകാരം അവിടെ അച്ഛൻ കുർബാന അർപ്പിക്കാൻ തുടങ്ങിയപ്പോൾ അൾത്താരയിൽ തിരി വരെ കത്തിച്ചിട്ടുണ്ടായിരുന്ന ഒരാൾ വന്നിട്ട് പറഞ്ഞു മണി 6 കഴിഞ്ഞ് ഞാൻ ആ പള്ളിമേടയുടെ താഴെ നിൽക്കുകയാണ്, മണിമാളികയുടെ അടിയിൽ. 6 മണി കഴിഞ്ഞു അച്ഛനെ വിളിച്ചു കുർബാനയെല്ലാം കയറുത്. 6:05 എനിക്ക് ആ പുള്ളിനൊന്നും പരിചയമില്ല, ഇടവക്കാരനാണെങ്കിൽ എനിക്ക് മനസ്സിലായേനെ. അപ്പോൾ ഞാൻ ഇയാളിങ്ങനെ പറയലില്ല. കൊച്ചച്ഛൻ വന്നിട്ട് നോക്കുമ്പോൾ പാരിഷ് ഹാളിൻ്റെ ഉള്ളിൽ കൂടി കയറി അവിടെ ഒരു ചെറിയൊരു ഗേറ്റ് ഉണ്ട് അൾത്താരയിൽ സങ്കീർത്തനോട്, അതിലെ കൂടി കയറി വന്ന് 6:10 കുർബാന സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞാൻ അകത്തോട്ട് കയറുമ്പോൾ ഞാൻ കാണുന്നത് എന്താണ്, ബലിപീഠത്തിലെ വിളക്കൊന്നും കത്തിച്ചിട്ടില്ല. അൾത്താരെ കയറി അച്ഛൻ കുർബാന തുടങ്ങി കഴിഞ്ഞപ്പോഴാണ് മെഴുതിരിയായിട്ട് വന്ന് വിളക്ക് കത്തിക്കണത്. അപ്പോൾ ഇവരെന്തോ കുർബാന നടക്കണം, അല്ലാണ്ട് ആ ബലിപീഠം റെഡിയാണോ, ബലിവസ്തുക്കളെല്ലാം ഇതുണ്ടോ, ആ ഒരു ഇതിലല്ല. വന്ന് 6:10 എന്ന് പറഞ്ഞുകൊണ്ട് അച്ഛന് വിളി ബഹളം. അച്ഛനെ കാണുന്നില്ല. അച്ഛൻ വരുമ്പോൾ പാരിഷ് ഹാളിൻ്റെ ഉള്ളിൽ കൂടി ഓടിക്കയറി വന്ന്. അപ്പോഴാണ് എനിക്ക് ഷോക്കായത്. മെഴുതി ഞാൻ തൊട്ട് മുമ്പിൽ തന്നെ ഉണ്ട് ആ മണിമാളികയുടെ അവിടെ ഒരു ചെറിയ ഗേറ്റ്. അപ്പോൾ നമുക്ക് അൾത്താരയിലോട്ട് ഈ സംഗതി കാണുന്നത്. അത് കഴിഞ്ഞ് കുർബാന തുടങ്ങി 2-3 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് വന്ന്
വിളക്ക് കത്തിക്കണത്. അത് കഴിഞ്ഞ് കുർബാന തുടങ്ങുന്നു. ഇപ്പം ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ അപ്പോൾ നോക്കുമ്പോൾ ഇവിടെ ബലിയർപ്പണം നടക്കുന്നു. റോട്ടിലെ ഭയങ്കര മോശമായ രീതിയിലുള്ള ചീത്ത വാക്കുകളുടെ വിളി പള്ളിയുടെ അകത്ത് കേൾക്കാം. അകത്ത് കേൾക്കാം. ആ ബഹളങ്ങളൊക്കെ അകത്ത് കേൾക്കാം. ഈ ചീത്ത വിളിക്കണമൊക്കെ അകത്ത് കേൾക്കാം. അപ്പൊ ഈ കുർബാന നടക്കുമ്പോൾ മുറ്റത്ത് വലിയൊരു ബഹളം തന്നെ നടക്കുന്നുണ്ട്. മുറ്റത്തല്ല, ആ മെയിൻ ഗേറ്റിൻ്റെ അവിടെ. ആ സമയത്താണ് പിതാവിനെ തടഞ്ഞിട്ടുള്ള വിളിയും ബഹളവും. ഞാൻ ചോദിക്കുന്നത്, ഈ കുർബാന നടക്കുമ്പോൾ തന്നെ ബസിലിക്കയുടെ കോമ്പൗണ്ടിന്റെ ഉള്ളിൽ വലിയൊരു ജനക്കൂട്ടം ഉണ്ടായിരുന്നു. കുർബാന നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു കൂട്ടം അവിടെ നിന്ന് പിതാവിനെ ചീത്ത വിളിക്കുന്നു. അതെല്ലാം ഈ കുർബാന നടക്കുമ്പോൾ അവിടെ നടക്കുന്നുണ്ട്. എൻ്റെ അടുത്ത് അതിൻ്റെ വീഡിയോ ഉണ്ട്. എൻ്റെ ശബ്ദം കേൾക്കാം നമുക്ക്. ഞാൻ ഈ കുർബാന അർപ്പിക്കുന്നതെടുത്തപ്പോൾ പുറത്തെ ബഹളങ്ങൾ നമുക്ക് കേൾക്കാം. കുർബാന കാണാൻ ഏതാനും തുച്ഛം പേര്, കുറേ പേര് എത്തി നോക്കുന്നുണ്ട്. കുർബാന തുടങ്ങിയില്ല എന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. ഇങ്ങനെ തുടങ്ങിയില്ല എന്നറിയാനായിട്ട് അതൊന്നും ഇടവകങ്ങളല്ല. എനിക്ക് പരിചയമുള്ള ഒരു മുഖമല്ല. കുറച്ച് 10-20 പേര് അതിൻ്റെ ഉള്ളിൽ പള്ളിയകത്തുണ്ട്. അത്രേ ഉള്ളൂ. ഈ കുർബാനയുടെ സമയത്തും ഭയങ്കര മോശമായിട്ടുള്ള റോട്ടിൽ കിടന്ന് വിളിക്കുന്ന മോശം വാക്കുകളെല്ലാം പള്ളിയകത്ത് കേൾക്കാം, സുഖമായിട്ട് കേൾക്കാൻ പറ്റിയിരുന്നു. ബേമെല്ലാം അവരെടുത്ത് മാറ്റി. അതൊക്കെ മുൻകൂർ പ്ലാൻ ചെയ്തിട്ടാണല്ലോ. പിതാവിനെ കൊണ്ട് 6 മണിക്ക് കുർബാന ചെല്ലിക്കരുന്നുള്ള മുന്നേ ബേമ എടുത്ത് മാറ്റി ഇവിടെ ഇട്ടിരുന്നു. പാട്ടുകാർ പാടുന്നതിൻ്റെ അവിടെ ഇട്ടിരുന്നു. അതിൻ്റെ എല്ലാം വീഡിയോയും ഫോട്ടോയൊക്കെ എൻ്റെ അടുത്തുണ്ട്. അങ്ങനെയാണ് ആ കാലത്ത് 27-ാം തീയതി വെളുപ്പിന് 6 മണിയുടെ കുർബാന നടന്നത്. അങ്ങനെയാണ്. ഈ ബസിലിക്കയിലെ ഈ അസിസ്റ്റന്റ് വികാരി അദ്ദേഹം വന്ന ഒരു സാഹചര്യമുണ്ട്. പെട്ടെന്ന് പലരും പറയുന്നത് 6:10 കുർബാനയില്ല. അതായത് ഇനി 6 മണിക്ക് പിതാവ് അവിടെ അൽത്താരയിൽ കയറരുത്, കാരണം ഒരു അച്ഛൻ കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുന്നു, കയറരുത്, തിരിച്ചു പോകണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ പെട്ടെന്ന് തന്നെ അസിസ്റ്റന്റ് വികാരി അവിടെ വന്ന് കുർബാന അർപ്പിക്കുന്നു. അതും ഒരു തരത്തിൽ എന്താ പറയണേ, തങ്ങളുടെ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി കുർബാനയെ പോലും അവർ ദുരുപയോഗം ചെയ്തോ എന്ന് പോലും നാം സംശയിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ ഈ സിനഡിനെ അനുകൂലിക്കുന്ന, ഏകീകൃത കുർബാനയെ അനുകൂലിക്കുന്നവർക്കെതിരെ കായികമായിട്ടുള്ള ആക്രമണം പോലും ഉണ്ടായെന്നും ദൃക്സാക്ഷികൾ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ശ്രീ മത്തായി മുതിരേന്തി, വക്കീല് അഡ്വക്കേറ്റ് മത്തായി മുതിരേന്തിക്കെതിരെ ഈ കുപ്പി കൊണ്ട് എറിഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകൾ എഴുത്ത് മാറ്റുന്നു. അത് അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടി ഒന്ന് നോക്കാം. 5:30 മണിയോടുകൂടി, 6 മണിക്കാണ് കുർബാന, 5:30 മണിയോടുകൂടി ഞാൻ അവിടെ എത്തി. നോക്കിയപ്പോൾ ധാരാളം ആൾക്കാർ പള്ളിയങ്കണത്തിലുണ്ട്. ഞാനവിടെ കാറിൽ നിന്നിറങ്ങി. എൻ്റെ ഡ്രൈവർ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഞാൻ സമയമാകാത്തതുകൊണ്ട് ആരാധനാലയത്തിൻ്റെ ഫ്രണ്ടിലേക്ക് മാറി നിന്നു. അത് ബസിലിക്കയ്ക്ക് നേരെ ഓപ്പോസിറ്റാണ് ഒരു നിത്യാരാധന ചാപ്പലുണ്ട്. ആ ചാപ്പലിൽ ഞാൻ അവിടെ നിൽക്കുമ്പോൾ ആദ്യം എൻ്റെ തോളിലുണ്ടായിരുന്ന ഒരു കവണി ഉണ്ടായിരുന്നു. അതെടുത്ത് കളയാൻ ഒരുത്ത് നോക്കി. അത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ തിരിച്ചിട്ടു. അതിനുശേഷം ഒരു 1/2 ലിറ്റർ കൊള്ളുന്ന ഒരു കുപ്പിയിൽ വെള്ളമാണെന്നാണ് എനിക്ക് ധാരണ. കളറില്ലാത്ത ഒരു ദ്രാവകമായിരുന്നു. അത് വെച്ചെറിഞ്ഞു. അതെൻ്റെ തുടയിൽ കൊണ്ടു ചതഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അതിന് കേസൊന്നും കൊടുത്തില്ല, കാരണം അതത്ര കാര്യമാക്കിയില്ല. എങ്കിൽ തന്നെ പിന്നീട് പോടാന്നൊക്കെ വിളിയുണ്ടായി. എന്നാലും അവിടെ നിന്നു. ഇവിടെ നമ്മൾ പറയേണ്ട മറ്റൊരു കാര്യം ഇതാണ്. താഴത്തെ പിതാവിന് പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ താഴത്തെ പിതാവിനെ ആ ഒരു ഗേറ്റ് തുറന്ന് അകത്തേക്ക് കൊണ്ടുപോകാൻ പുറമേയുള്ള ജനം തയ്യാറുമായിരുന്നു. എന്നാൽ പിതാവ് അവിടെ വളരെ ഒരു ആത്മസംയമനം കാണിച്ച് പിതാവ് പറഞ്ഞു, ഇവിടെ സംഘർഷം ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണെങ്കിൽ ഞാൻ കുർബാന ചെല്ലുന്നില്ല എന്ന് പറഞ്ഞ് വളരെ സൗമ്യത കാണിച്ച് പിതാവ് ആ ഒരു ക്രിസ്ത്യ സ്വഭാവം കാണിച്ച് പിതാവ് മടങ്ങിപ്പോയി. അതെ, അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അല്ലെ, പിതാവിന്റെ കാണിച്ച ഒരു സംയമനം എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെ. പലരും പറയുന്നൊരു കാര്യമുണ്ട്, അതായത് ആൻഡ്രൂസ് പിതാവ് അവിടെ ബസിലിക്ക അങ്കണത്തിലേക്ക് ഈ പോലീസ് പ്രൊട്ടക്ഷന് സഹായത്താൽ അവിടെ എത്തിച്ചേരുന്നു. അവിടെ ഒരു രക്തച്ചൊരിച്ചിൽ ഉണ്ടാക്കുന്നു. ആ ദൃശ്യങ്ങൾ, ആ സംഭവം വത്തിക്കാൻ്റെ ചെവിയിലെത്തുന്നു. അപ്പോൾ ഏകീകൃത കുർബാന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടപ്പിലാക്കിയാൽ ഇവിടെ രക്തച്ചൊരിച്ചിൽ ഉണ്ടാകുമെന്നൊരു ധ്വനി, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സീൻ വത്തിക്കാൻ്റെ മുന്നിൽ എത്തിക്കുന്നു, അല്ലെങ്കിൽ വത്തിക്കാൻ്റെ മനസ്സിലേക്ക് അത്തരം കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ. അപ്പോൾ പിന്നെ ഈ ഏകീകൃത കുർബാന അർപ്പണ രീതിയിൽ നിന്ന് വത്തിക്കാൻ പിന്മാറുന്നു, അല്ലെങ്കിൽ സിനഡ് പിന്മാറുന്നു. സിനഡിനെയും വത്തിക്കാനെ ഒരു സമ്മർദ്ദത്തിലാഴ്ത്തുക, അവിടെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഒരു സംഘർഷാവസ്ഥ ക്രിയേറ്റ് ചെയ്ത് ഒരു സമ്മർദ്ദത്തിലാക്കി കാര്യങ്ങൾ നേടിയെടുക്കുക എന്നൊരു ഗൂഢ ലക്ഷ്യം കൂടിയുണ്ട്. അതുകൊണ്ടാണ് ഈ ചീമൊട്ടയും ഈ ചില്ലുകളും ഒപ്പം തന്നെ ഈ വടികളും ഒക്കെ അവിടെ പലർക്കും കാണാൻ സാധിച്ചത്. എനിക്ക് തോന്നുന്നത് ഇതിനും പുറമെ ഇതിൻ്റെയൊക്കെ പുറകിൽ ഇവരെ പിന്തുണയ്ക്കുന്ന ഗൂഢശക്തികൾക്ക് സഭയിലൊരു വലിയ ഭിന്നിപ്പ്, അല്ലെങ്കിൽ ഒരു സഭയിലൊരു വലിയ വിഭാഗീയത, അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടി, അങ്ങനെ ഒരു വലിയ പിളർപ്പ്, ഇതൊക്കെ പല രീതിയിലുള്ള ചിന്തകളും സ്വപ്നങ്ങളും ഉണ്ടായിരുന്നു തോന്നുന്നു. അതെ. മാത്രമല്ല ഇതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഈ ദിവസങ്ങളിൽ തന്നെയാണ്, ഈ വിഷയങ്ങളൊക്കെ നടക്കുന്ന ദിവസങ്ങളിൽ തന്നെയാണ് അവിടെ നീതിയജ്ഞം എന്ന് പറഞ്ഞൊരു പരിപാടി അവിടെ അരമന
കോമ്പൗണ്ടിൽ നടക്കുന്നത്. ഈ അരമനയുടെ നിലവിലെ ഒരു ഉത്തരവാദി അല്ലെങ്കിൽ ഒരു കസ്റ്റോഡിയൻ എന്ന് പറയുന്നത് അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററാണ്. ഈ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററുടെ അനുവാദത്തോടു കൂടി മാത്രമാണ് അരമന പരിസരത്ത് ഒരു ഫ്ലെക്സോ ബോർഡോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് സ്ഥാപിക്കാൻ സാധിക്കുമോ? അല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു അരമന എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എത്രമാത്രം പരിപാവനമായിട്ട് പരിശുദ്ധമായിട്ട് കാണുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ തികച്ചും ഒരു സാധാ രാഷ്ട്രീയക്കാരുടെ രീതിയിൽ അവിടെ മുദ്രാവാക്യം പിടിക്കുക, അവിടെ പ്ലേ കാർഡ് സ്ഥാപിക്കുക, അവിടെ മറ്റു പോസ്റ്റർ ഒട്ടിക്കുക, അതുപോലെ അവിടെ തന്നെ ഒരു ക്രൈസ്തവമല്ലാത്ത രീതിയിലുള്ള സമര പരിപാടികൾ തുടരുക, ഇതൊക്കെ തികച്ചും അല്ലേ നമുക്ക് ഈ നീതിയജ്ഞയുമായിട്ട് ബന്ധപ്പെട്ട് ഈ മത്തായി മുതിരേന്തി വക്കീലിന്റെ ഒരു പ്രതികരണമുണ്ട് അന്ന് നടന്ന, അതൊന്നും നമുക്കൊന്നു. പിതാവ് വികാരിയച്ഛനെ വിളിക്കുന്നുണ്ട്. അപ്പോൾ വികാരിയച്ഛൻ പറയുന്നുണ്ട് എന്നെ പൂട്ടിയിട്ടേക്കുവാന്ന്. അന്ന് എൻ്റെ കൂടെ അറസ്റ്റ് ചെയ്തതിൽ അവരുടെ സൈഡിൽ നിന്നുള്ള 2 പേരുണ്ടായിരുന്നു. ഈ 2 പേരും ഏതാണ്ട് ഒരു 10-11 മണിക്കൂറോളം എറണാകുളത്ത് സെൻട്രൽ സ്റ്റേഷനിൽ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ആളാണ്. അവരുടെ ID പ്രൂഫ് എടുത്ത് അവിടെ രജിസ്റ്ററിൽ പേരെഴുതുമ്പോഴാണ് എനിക്കിവർ എവിടുത്തുകാരാണ് എന്ന് മനസ്സിലാകുന്നത്. മഞ്ഞയും വെള്ളയും ചുമപ്പും കലർന്ന കൊടി, CLCയുടെ നീലയും വെള്ളയും കലർന്ന കൊടി, ഇങ്ങനെയുള്ള കൊടികളെല്ലാം എന്തിക്കൊണ്ട് നമ്മുടെ യുവാക്കന്മാരെ വരെ സഭയ്ക്കെതിരെ നിലത്തുന്ന ക്രൂരമായ പരിപാടികൾ നടത്തുന്ന വൈദികരാണ് ഇന്ന് എറണാകുളം അങ്കമാലി രൂപത ഭരിച്ചുകൊണ്ടിരിക്കുന്നത്, നയിച്ചുകൊണ്ടിരിക്കുന്നത്, നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്.